വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടെ കുറച്ച് ദിവസം അങ്ങനെ ഹസ്ബൻഡ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ വേണ്ട, ഒരു ചിക്കൻ മന്തി ആകാമെന്ന് വിചാരിച്ചു. ആ പീസ് എല്ലാം എടുത്ത് ഞാനൊന്ന് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം 2 ടീസ്പൂണാണ്. ചെറിയ ജീരകം, കുരുമുളക്, പച്ചമല്ലി, പിന്നെ കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് ചിക്കനിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അളവ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നേരത്തെ കാണിച്ച സംഭവങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1.5 ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിക്കുക. അതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ നേരത്തെ മസാല ചുറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ അരിയിൽ 1.5 ചിക്കൻ ക്യൂബ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ ബാക്കി 1/2 ക്യൂബും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് പിന്നെ സവാളയും കൂടെ ഇട്ട് മറിച്ചും തിരിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ ഏകദേശം ഒരു 3/4% കുക്കായതിനു ശേഷം വേണം ചോറിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു 3 പച്ചമുളകും കൂടെ കുത്തി കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു കൊച്ചു പാത്രത്തിലായിട്ട് തീക്കട്ട ഉണ്ടല്ലോ, കരിക്കട്ട എന്നൊക്കെ പറയും, ഈ സംഭവം നല്ല ചൂടോടെ തീയോടെ വേണം കൊണ്ടുവരാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1 സ്പൂൺ അളവോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പുക പുറത്തോട്ട് വരണ ഉടനെ തന്നെ ലിഡങ്ങ് അടച്ചു വെച്ചോളൂ. ഒരു 15 മിനിറ്റോളം ഞാൻ സിമ്മിലിട്ടിട്ട് തന്നെയാണ് ഈ ഒരു മന്തി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കാരണം അടിയിലുള്ള ഈ മസാലൻ്റെതും എല്ലാം കൂടെ ഈ ചോറിലോട്ടൊന്ന് ആ മണവും എല്ലാം കൂടെ കയറണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഈ ലിഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് അകത്തുള്ള ഈ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് ഈ മസാല ഫുള്ളായിട്ട് ഈ ചോറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ അധിക നേരം ഒന്നും കളയാതെ തന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് എത്ര വേണോ കഴിക്കാം, എങ്ങനെ വേണോ കഴിക്കാം. ഇനി എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യണില്ലേ, ഇനി കഴിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ചോറും വരി നിറച്ചു, പിന്നെ അതിന്റെ പുറത്ത് ഒരു ചിക്കൻ പീസും വെച്ചു, ഒരു സൈഡിൽ കുറച്ച് മയോണൈസും കുറച്ച് തക്കാളിക്കറിയും ഇങ്ങനെ വെച്ചിട്ട് ഇനി വേറെ ഒന്നും വേണ്ടല്ലോ, ഇതെല്ലാം കൂടെ അങ്ങ് കുഴച്ച് വേറിലാക്കാം. നിങ്ങൾ കണ്ടോണ്ടിരുന്നോ? അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ ബൈ.